CPI നേതാവും സ്വാതന്ത്ര്യസമര സേനാനിയും കൂത്താട്ടുകുളം ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രഥമ പ്രസിഡന്റും ഫോട്ടോഗ്രാഫറും എഴുത്തുകാരനും ചിത്രകാരനുമായിരുന്ന ജേക്കബ് ഫിലിപ്പിൻ്റെ 48ാം ചരമവാർഷികം അദ്ദേഹത്തിൻ്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്ന കീഴകൊമ്പ് ചെല്ലക്കപ്പടിയിൽ CPI കൂത്താട്ടുകുളം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തപ്പെട്ടു. CPI ചെല്ലക്കപ്പടി ബ്രാഞ്ച് സെക്രട്ടറി ബാബു വർഗീസ് അധ്യക്ഷത വഹിച്ച യോഗം CPI പിറവം മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് ജിൻസൺ വി പോൾ ഉദ്ഘാടനം ചെയ്തു. വളർച്ചയിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ച ഒരു പ്രദേശമാണ് കൂത്താട്ടുകുളം. കൂത്താട്ടുകുളം പ്രദേശത്ത് ആ കാലത്ത് ഏറ്റവും അധികം ത്യാഗപൂർണമായ പ്രവർത്തനങ്ങളിലൂടെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടി ത്യാഗോജ്വലമായ പോരാട്ടങ്ങൾ നടത്തിയത്. ആ പോരാട്ടങ്ങളിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു പേരാണ് ജേക്കബ് ഫിലിപ്പിൻ്റേത്. 48 വർഷം മുമ്പ് അദ്ദേഹം നമ്മെ വിട്ടുപോയെങ്കിലും ഇന്നും കൂത്താട്ടുകുളത്ത് കാണുന്ന പ്രധാനപ്പെട്ട എല്ലാ പ്രസ്ഥാനങ്ങളുടെയും അതുപോലെ സ്ഥാപനങ്ങളുടെയും എല്ലാം ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ പേര് നമുക്ക് ഈ കൂത്താട്ടുകുളത്തിന് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒന്നാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിക്കപ്പെട്ട സമയത്തും ആ സമയത്തെല്ലാം പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി യോഗം കൂത്താട്ടുകുളത്ത് പലപ്പോഴും ചേരുമ്പോഴും അതിനെ നേരിടാൻ പോലീസിൻ്റെ അതിക്രൂരമായ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നപ്പോഴും അതിലൊന്നും തളരാതെ നമുക്കറിയാം, ഇവിടെ ബിജോ സൂചിപ്പിച്ച പോലെ പുന്നപ്ര വയലാർ സമരം അത് ലോകത്തിൻ്റെ ശ്രദ്ധയിലേക്ക് വന്നത് അദ്ദേഹത്തിൻ്റെ ക്യാമറ മുഖേനയാണ്. കാരണം ആ തെങ്ങുകളിൽ തറച്ച വെടിയുണ്ടയുടെ പാട് പോലും അത് കൃത്യമായി ചരിത്രത്തിൻ്റെ ഭാഗമായി മാറ്റുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ആ ഫോട്ടോഗ്രാഫിക്ക് കഴിഞ്ഞു. അതോടൊപ്പം തന്നെ നമുക്കറിയാം, കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകങ്ങളുടെ എല്ലാം കവർ ചിത്രങ്ങൾ വരയ്ക്കുന്ന കാര്യത്തിൽ അദ്ദേഹമായിരുന്നു അതിൻ്റെ പുറംചട്ട ഡിസൈൻ ചെയ്തുകൊണ്ടിരുന്ന തരത്തിൽ. അതുപോലെ നമുക്കറിയാവുന്ന പോലെ ഒരുപാട് ത്യാഗജലമായ പ്രവർത്തനങ്ങൾ ആ സമയത്ത് ഇവിടെ KT ജേക്കബ് സഖാവിനോടൊപ്പം തന്നെ അതുപോലെ കൂത്താട്ടുകുളം മേരി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ഈ സംസ്ഥാനത്ത് PKVയും അതുപോലെ P കൃഷ്ണപിള്ള അടക്കമുള്ള സഖാക്കൾ ഈ കൂത്താട്ടുകുളം മേഖലയിൽ വരുമ്പോൾ അതിൻ്റെ എല്ലാ അർത്ഥത്തിലുള്ള പ്രവർത്തനങ്ങളും ചിട്ടപ്പെടുത്തുന്നതിനും എല്ലാം വേണ്ടി സഖാവാണ് അതിന് മുൻപന്തിയിൽ നിൽക്കുകയും ഈ കൂത്താട്ടുകുളത്തെ ഇന്ന് കാണുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് പ്രഥമ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ വരുന്നതിനും അതിനുവേണ്ടി സ്ഥലം കണ്ടെത്തുന്നതിനും ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും നേതൃപരമായ പങ്കുവഹിച്ച ഒരു സഖാവാണ് നമ്മളെ വിട്ടുപിരിഞ്ഞിട്ട് ഇന്ന് 48 വർഷക്കാലം പൂർത്തീകരിക്കുന്നത്. AS രാജൻ പതാക ഉയർത്തി. ലോക്കൽ സെക്രട്ടറി ബിജോ പൗലോസ് സ്വാഗതം ആശംസിച്ചു. പാർട്ടി മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം അംബിക രാജേന്ദ്രൻ, BKMU ജില്ലാ സെക്രട്ടറി K രാജു, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ AK ദേവദാസ്, ബീന സജീവൻ, ABKA, ദീപു ജോസ്, മുനിസിപ്പൽ കൗൺസിലർമാരായ ഷൈൻ PM, ബിൻസി ബിജോ, ഫാർമേഴ്സ് ബോർഡ് അംഗം പോൾ മാത്യു, മണ്ഡലം കമ്മിറ്റി അംഗം ബിനീഷ് K തുളസിദാസ് തുടങ്ങിയവർ സംസാരിച്ചു.